ഗവർണർമാരെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ കേരളത്തിൽ രണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെയും അതിനുശേഷം വന്ന അർലേക്കർക്കെതിരെയും SFIക്കാരെ ഉപയോഗിച്ച് വലിയ സമരം ഒരു ഭാഗത്ത് CPM നടത്തിക്കുന്നു. ഗവർണറുടെ വസതിയിലേക്ക് വലിയ തരത്തിലുള്ള മാർച്ച് നടത്തുന്നു. ഗവർണറെ റോഡിൽ തടയുന്നു. തൊട്ടടുത്ത നിമിഷം മന്ത്രിമാരായ മുഹമ്മദ് റിയാസും അല്ലെങ്കിൽ മറ്റു മന്ത്രിമാർ ഗവർണറുടെ വസതിയിൽ പോകുന്നു. ഗവർണർക്ക് പാരിതോഷികം നൽകുന്നു. ഗവർണറെ ഓണസദ്യ കഴിക്കാൻ ക്ഷണിക്കുന്നു. ഗവർണറുടെ വീട്ടിലേക്ക് മന്ത്രിമാർ പോകുന്നു. ഇത് ഗവർണർ BJPയും CPMും തമ്മിലുള്ള ഒരു ഒത്തുതീർപ്പിൻ്റെ ഒരു പാലമായി കേരളത്തിലെ ഗവർണർമാർ ഉപയോഗിക്കുകയാണോ CPM? സംശയം എന്താ ഉള്ളത്? ഈ ആരിഫ് മുഹമ്മദ് ഖാൻ വന്നപ്പോൾ അദ്ദേഹം കേരളത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് നിരക്കാത്ത രീതിയിലുള്ള ആക്ഷേപങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ തിരിച്ചു വിളിക്കണമെന്ന് പ്രമേയം കൊണ്ടുവന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിലാണ്. എന്ത് നിലപാടാണ് ഇവരെടുത്തത്? ആരിഫ് മുഹമ്മദ് ഖാനും പിണറായി വിജയനും നമുക്കെതിരായിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞത് ദിസ് ഈസ് മൈ ഗവൺമെന്റ്, ഐ ഹാവ് ടു പ്രൊട്ടക്ട് മൈ ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ടാണ് നയപ്രസംഗത്തിന് വന്നത്. അന്ന് AK ബാലൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഞങ്ങളെയും ഗവർണറെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷം ശ്രമിക്കുന്നു, പക്ഷെ ഞങ്ങൾ ഒന്നിച്ചാണെന്ന് പറഞ്ഞു. ഓരോ ഘട്ടത്തിലും ആരിഫ് മുഹമ്മദ് ഖാന്റെ മുമ്പിൽ പിണറായി വിജയന്റെ സ്വന്തം ജില്ലയായിട്ടുള്ള കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ VC ആയിട്ട് ഗോപിനാഥ് രവീന്ദ്രന് തുടർ നിയമനം കൊടുക്കാൻ വേണ്ടി വീണ്ടും VC ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ആരിഫ് മുഹമ്മദ് ഖാനും പിണറായി വിജയനും കൂടിയ ധാരണയായത്. അതിനെ തുടർന്ന് എന്താ ചെയ്തത്? ബെഞ്ച് ഓഫ് തോട്ട്സ്, RSSന്റെ വിചാരധാര അവിടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി. ഇവരാരും കണ്ടില്ലേ? CPMന്റെ ഈ പറഞ്ഞ മതനിരപേക്ഷത മതേതരവാദമൊക്കെ ഇവിടെ പോയി. SFIക്കാരുടെ ഒന്നും വലിയ പോരാട്ടം നമ്മൾ കണ്ടില്ലല്ലോ. ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം കൊടുത്തപ്പോൾ നമ്മൾ കണ്ടില്ലല്ലോ. ഇനി ആരിഫ് മുഹമ്മദ് ഖാന്റെ സ്റ്റാഫിൽ RSSകാരായിട്ടുള്ള ഹരി എസ് കർത്തയെ നിയമിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക താല്പര്യമെടുത്ത് കത്ത് കൊടുത്തപ്പോൾ പിണറായി വിജയൻ അനുവദിച്ചു കൊടുത്തല്ലോ. SFIക്കാർ ഇത് കണ്ടില്ലേ? DYFIക്ക് സമരം ഉണ്ടായില്ലേ? ഇനി പൊതുഭരണ വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറി ആയിരുന്ന ജ്യോതിലാലിനോട് ഗവർണർക്ക് അനിഷ്ടം വന്നപ്പോൾ ജ്യോതിലാലിനെ തലസ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ടാണ് പിണറായി വിജയൻ ഗവർണറെ തൃപ്തിപ്പെടുത്തിയത്. അപ്പോൾ ഓരോ ഘട്ടത്തിലും ഗവർണർ നടത്തുന്ന അധിക ചെലവിന് പണം അനുവദിച്ചത് കേരളത്തിലെ ആളുകൾക്ക് പെൻഷൻ പോലും കൊടുക്കാൻ പറ്റാത്തപ്പോഴും ഗവർണറുടെ അധിക ചെലവിന് പണം അനുവദിക്കാൻ കേരളത്തിലെ പിണറായി വിജയന്റെ സർക്കാരിന് പറ്റി. ഇവരൊരു ആനപ്രതിമ അങ്ങോട്ട് കൊടുക്കുന്നു, ഒരു പൊന്നാട ഇങ്ങോട്ട് വാങ്ങുന്നു, ഇവർ അങ്ങോട്ട് പായസം കൊടുക്കുന്നു, ഇങ്ങോട്ട് കേക്ക് വാങ്ങുന്നു, മധുരം പങ്കിടുന്നു. ഇതൊക്കെ നടന്നു. മധുവിത് കഴിഞ്ഞപ്പോൾ ഇവർ അടിയുണ്ടാക്കി. ഗവർണർ മിഠായി തെരുവിൽ ഇറങ്ങുന്നു. SFIക്കാർ ഗവർണർ വരുന്നതിന് മുമ്പ് യൂണിവേഴ്സിറ്റിയിൽ കാലുകുത്തിക്കില്ല എന്ന് സമരം ചെയ്യുന്നു. ഗവർണർ വരുമ്പോൾ അവർ വീട്ടിൽ പോകുന്നു. ഇത് കുറേ കാലമായിട്ട് നടക്കുന്നത്. ഇപ്പൊ ആർലേക്കർ വന്നപ്പോഴും ആർലേക്കർ വരുന്ന സമയത്ത് K. സുരേന്ദ്രൻ എന്ന് പറഞ്ഞ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, ആരിഫ് ഖാനേക്കാൾ മൂത്ത ഇനമാണ് വരുന്നത് എന്ന് പറഞ്ഞു. CPMന് പരാതി ഉണ്ടായില്ല. കോൺഗ്രസ് പറഞ്ഞു ഇത് കറതീർന്ന RSSകാരനാണ്, മറ്റേത് ഇടയ്ക്ക് വന്ന് കയറിയ RSSകാരനാണ്. അപ്പൊ നമ്മളെ ആക്ഷേപിച്ചു. ദേശാഭിമാനി പത്രത്തിൽ MV ഗോവിന്ദന്റെ ലേഖനം ഗവർണറെ ക്ഷണിക്കുന്നു എന്നാണ്. ഗവർണറെ അതുപോലെ പക്വതയുള്ള ഗവർണർ എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. ഇവരൊരു ഘട്ടത്തിൽ തെറ്റാണ്. ഇത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചാണ്. ഇത് സൂചിപ്പിച്ചപ്പോൾ ഒന്നും ഇവർക്ക് മനസ്സിലായില്ല. ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം രാജ്ഭവനിൽ നടത്തിയ സെമിനാർ, RSSന്റെ താത്വികാചാര്യനെ കൊണ്ട് നടത്തിയ ആ സെമിനാർ ഇതിനെതിരെ പിണറായി വിജയൻ വേണ്ടിയില്ല, പ്രതിപക്ഷമാണ് വേണ്ടിയത്. ഓരോ ഘട്ടത്തിലും ഭാരതാംബ എന്ന് അവർ വിളിക്കുന്ന ചിത്രം വെച്ച് അവർ പൂജ നടത്താൻ പോയപ്പോൾ നമ്മൾ എതിർത്തു. അപ്പോൾ V. ശിവൻകുട്ടിയും അല്ലെങ്കിൽ P. പ്രസാദും നടത്തിയ പ്രതിഷേധത്തെയാണ് ഇവർ എൻഡോഴ്സ് ചെയ്യുന്നത്. പിണറായി വിജയന്റെ സ്റ്റാൻഡ് എന്താ? പിണറായി വിജയൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ തെറ്റായിപ്പോയെന്ന്? പിണറായി വിജയന്റെ മുമ്പിൽ ഇപ്പോഴും ആർലേക്കർ പക്വതയുള്ള ഗവർണറാണ്. ഇതേ ആർലേക്കറുടെ മധ്യസ്ഥയിലാണ് ഡൽഹിയിൽ നിർമ്മലാ സീതാരാമനുമായിട്ട് പ്രാതൽ കഴിച്ചത്. ഇതേ ആർലേക്കറെയാണ് അത്താഴ വിരുന്നിന് ക്ഷണിച്ചത്. ഇതേ ആർലേക്കറാണ് കുറച്ച് ദിവസം മുമ്പ് പിണറായി വിജയന്റെ സർക്കാരിനെ കുറിച്ച് പറഞ്ഞത് നല്ല സർക്കാരാണ്, സഹോദര തുല്യ ബന്ധമാണ്, ഈ സർക്കാർ നാട്ടുകാർക്ക് വേണ്ടി ഒരുപാട് ചെയ്യുന്നു എന്ന്. സംഘപരിവാറിനും CPMനും ഒരേ നിലപാടാണ് കേരളത്തിൽ. അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരത്തെ EMS പറഞ്ഞൊരു വാചകമുണ്ട്, ഏത് ചെകുത്താനെ കൂട്ടുപിടിച്ചും കോൺഗ്രസിനെ തകർക്കുക എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ BJPയും CPMും തമ്മിലൊരു നീക്കുപോക്ക് ഉണ്ടാകുമെന്നൊരു ഭയം കോൺഗ്രസിനുണ്ടോ? ഭയമില്ലല്ലോ, അത് യാഥാർത്ഥ്യമല്ലേ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 50ലധികം സീറ്റിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RSS പിന്തുണയുണ്ടായിരുന്നു. ബാലശങ്കർ പറഞ്ഞിട്ട് ഇതേവരെ അവർ തള്ളി പറഞ്ഞിട്ടില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. 87-ലെ തെരഞ്ഞെടുപ്പാണെന്ന് എനിക്ക് തോന്നുന്നു. EMS സർക്കാരിന് പിന്തുണ നൽകിയത് ഹിന്ദു മുന്നണി പിന്തുണച്ചെന്നും പറഞ്ഞിട്ട് ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ RSSകാർ പ്രസംഗിച്ചിട്ടുണ്ട്. ഇത് കുറേ കാലങ്ങളായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ രണ്ടു കൂട്ടരെയും ഒറ്റ ലക്ഷ്യം.
കോൺഗ്രസ് വിമുക്ത കേരളവും കോൺഗ്രസ് വിമുക്ത ഭാരതവും. അത് ഒരെണ്ണം BJP പറയുന്നു, ഒരു CPM പറയുന്നു, പരിപാടി ഒന്ന് തന്നെ. അപ്പോൾ ഇവർ ഇതിനു വേണ്ടിയിട്ട് എല്ലാ രീതിയിലും കൂട്ടുകച്ചവടമാണ്. ഏറ്റവും നല്ല ഉദാഹരണം കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ നടപടിക്രമങ്ങളാണ്. ഓരോന്നെടുത്ത് പരിശോധിച്ചാലും ആളുകളിൽ എങ്ങനെ ഭിന്നിപ്പുണ്ടാക്കാം, അതിൽ കുറേ ഭാഗം BJPക്ക് ഗുണകരമാകുന്ന രീതിയിൽ മാറുകയും ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്കിടയിലും മറ്റു വിഭാഗങ്ങൾക്കിടയിലും ഭിന്നിപ്പുണ്ടാക്കി തമ്മിത്തല്ലുണ്ടാക്കി ജയിക്കാനുള്ള മാർഗമാണ് ശ്രമിക്കുന്നത്. CPM-നെതിരെ BJPക്ക് വല്ല സമരമുണ്ടോ കേരളത്തിൽ സമരമുണ്ടോ? കേന്ദ്ര സർക്കാരിനെതിരെ ഒരു സമരം പോലും കേന്ദ്രത്തിനെതിരെ നരേന്ദ്രമോദിയുടെ പേര് ഉച്ചരിക്കാൻ പിണറായി വിജയന് സാധിക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഈ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വിദേശയാത്രയ്ക്ക് പോയി വിനോദവേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടി പിണറായി വിജയൻ മരുമകനെയും മക്കളെയൊക്കെ കൂട്ടിയിട്ട്, അല്ലേ? നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യമില്ല. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ 10,000-കണക്കിന് മനുഷ്യർ തെരുവിലിറങ്ങി നടന്ന് സമരം ചെയ്തതിന്റെ ഫലമാണ് 100 സീറ്റോടുകൂടി കോൺഗ്രസ് പാർലമെന്റിൽ വരികയും ഇന്ത്യ മുന്നണിക്ക് 240 സീറ്റ് കിട്ടുകയും ഒക്കെ ചെയ്തത്. രാഹുൽ ഗാന്ധി ഒരു ഭരണഘടനയുടെ മിനിയേച്ചർ ഫോം വലത് കയ്യിൽ ഉയർത്തിപ്പിടിച്ച് ദേശീയ പാർട്ടി പദവി നിലനിർത്തി പോകുന്നത് രാജസ്ഥാനിലെ കോൺഗ്രസിന്റെ സഹായത്തിലാണ്. തമിഴ്നാട്ടിലെ DMKയും രാജസ്ഥാനിലെ കോൺഗ്രസും ഇല്ലെങ്കിൽ ഇന്ന് CPM-ന് മരപ്പട്ടി അല്ലെങ്കിൽ ഈനാമ്പറ്റി ചിഹ്നത്തിൽ മത്സരിക്കേണ്ട ഗതികേട് വരും. അപ്പോൾ ഇവര് കേരളത്തിന് പുറത്ത് ഉള്ള എല്ലാവർക്കും യാഥാർത്ഥ്യം, കേരളത്തിനകത്ത് CJP ആണ് മത്സരിക്കുന്നത്. കോൺഗ്രസും UDF-നെതിരെ മത്സരിക്കുന്നത് CJP ആണ്. ചിലപ്പോൾ അവർക്ക് 2 സ്ഥാനാർത്ഥി ഉണ്ടാവും, അതിലൊരെണ്ണം ഡമ്മി ആയിരിക്കും. വീണ്ടും കേരളത്തിലേക്ക് വരുമ്പോൾ സന്ദേശ സിനിമയിൽ ശങ്കരാടി പറഞ്ഞ ഒരു ഡയലോഗുണ്ട്. എതിർപ്പാർട്ടിയിലെ കാണാൻ കൊള്ളാവുന്ന ചെറുപ്പക്കാരെ വല്ല അവിഹിത ഗർഭക്കേസിലോ അങ്ങനെ ഏതെങ്കിലും കേസിൽ കുടുക്കി അവരെ തകർക്കണമില്ല, നമുക്ക് അവർ ബാധ്യതയായി മാറും. നിലവിൽ കേരളത്തിൽ CPM പയറ്റുന്നത് ഇതേ രാഷ്ട്രീയമല്ല. ജിൻഡോ ഉൾപ്പെടുന്ന ആളുകളെ സാമൂഹ്യ മാധ്യമങ്ങളോട് ആക്രമിക്കുന്നു. CPM-ന്റെ മറ്റൊരു പേടി സ്വപ്നമായ യുവനേതാവ്, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു ക്രൗഡ് പുള്ളർ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഷാഫി പറമ്പിലിനെ കായികമായി നേരിടാൻ ശ്രമിക്കുന്നു. അബിൻ വർക്കിയെ ആക്രമിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആക്രമണം മറ്റൊരു ഭാഗത്തുണ്ട്. അത്തരത്തിൽ കോൺഗ്രസിൻ്റെ വളർന്നു വരുന്ന ചെറുപ്പക്കാരെ, യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ, KSU നേതാക്കന്മാരെ ഉൾപ്പെടെ സ്ത്രീകളെ ചേർത്ത് വെച്ച് സൈബർ ഇടങ്ങളിലടക്കം ക്രൂരമായ രൂപത്തിൽ ആക്രമിക്കുന്ന, വെർബൽ റാപ്പ് ചെയ്യുന്ന CPM-ന്റെ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെ എതിർക്കാൻ ഈ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന CPM സഹയാത്രികരെന്ന് പറയുന്ന ആളുകൾ, പ്രേംകുമാറിനെ പോലെ ആളുകളുണ്ട്. അത്തരത്തിൽ CPM-ന് വേണ്ടി മുതലക്കണ്ണീരൊഴുക്കുന്ന വനിതകൾ ഉൾപ്പെടുന്ന ആളുകൾ തയ്യാറാകുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമല്ലേ കേരളത്തിൽ? അല്ല, ഇതിൽ അവർ വേറെ എന്താ ചെയ്യുക? 9 വർഷമായിട്ട് അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടിയുടെ യുവജന വിദ്യാർത്ഥി നേതാക്കന്മാരൊക്കെ ഒരു സമരം പോലും ചെയ്യാൻ പറ്റാതെ നാവ് തളർന്ന് ഊപ്പൽ പിടിച്ച് വാദം പിടിച്ചിരിക്കുന്ന സമയത്ത് അവരുടെ കൂട്ടത്തിൽ നല്ല ചെറുപ്പക്കാർ വളർന്നു വരാത്തത് നമ്മുടെ കുഴപ്പമല്ലല്ലോ. നമ്മൾ നിരന്തര പ്രതിഷേധമായിട്ട് അധികാരമില്ലാതായിട്ട് 10-ലധികം വർഷമായ ഒരു പാർട്ടിയുടെ നേതാക്കന്മാരാണ് നിരന്തരം തല്ലുകൊണ്ട് സമരം ചെയ്ത് കേസിൽ പ്രതിയാക്കപ്പെട്ട് വേട്ടയാടപ്പെട്ട ചെറുപ്പക്കാർ. അവരുടെ ശബ്ദങ്ങളെ ഇവർക്ക് കേൾക്കാൻ പറ്റാത്തത്ര പേടി ഉണ്ടാകുമ്പോൾ ഇവർക്ക് പറ്റുന്നത് എന്താ? ഒന്നുകിൽ സ്ത്രീ വിഷയങ്ങളിൽ പെടുത്തുക. ഇവർ സ്ത്രീപക്ഷപാതം പറയുമ്പോൾ കോൺഗ്രസിലെ യുവ നേതാക്കന്മാരെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് കുറെ സ്ത്രീകളെയാണ് ഇവർ കൂട്ടിച്ചേർക്കുന്നത്. ഇവിടെ യുവ നേതാക്കന്മാരെ ആക്ഷേപിക്കാൻ വേണ്ടി ഇവര് കൂട്ടിച്ചേർക്കുന്ന സ്ത്രീകളുണ്ടല്ലോ, ആ സ്ത്രീകൾക്ക് അവകാശപ്പെട്ടതല്ലേ? ഇവരുടെ വനിതാ നേതാക്കന്മാർക്ക് അവകാശപ്പെട്ട തുല്യനീതി അവർക്ക് അവകാശപ്പെട്ടതല്ലേ? ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ത്രീകളെ കൂട്ടിച്ചേർത്ത് ആക്ഷേപിക്കുക, അല്ലെങ്കിൽ അങ്ങനെ അത്തരം ആക്ഷേപങ്ങളിലൂടെ ഇല്ലാതാക്കാൻ നോക്കുന്നല്ലാതെ ഞങ്ങൾ ഉയർത്തുന്ന പൊളിറ്റിക്കലായിട്ടുള്ള അഭിപ്രായങ്ങളെ ഇവർക്ക് ഖണ്ഡിക്കാൻ പറ്റുന്നുണ്ടോ? ഞങ്ങളുടെ രാഷ്ട്രീയം പറയുമ്പോൾ ആ രാഷ്ട്രീയത്തെ ഇവർക്കിടെ മറുവാദം കൊണ്ട് ഇവർക്ക് ഖണ്ഡിക്കാൻ പറ്റുന്നില്ല. അവിടെ ആക്ഷേപിക്കാൻ നോക്കുക. എനിക്കിതിൽ പേടിയില്ല. നാളെ എൻ്റെ ഭാര്യ അല്ലാതെ മറ്റൊരു സ്ത്രീയോടൊപ്പം ഞാൻ ചായ കുടിക്കും, യാത്ര ചെയ്യും. ഇവരാരാത് തീരുമാനിക്കാൻ? ഇവർ ചെയ്യുമ്പോൾ അത് പൗരാവകാശവും സ്വാതന്ത്ര്യമാണ്. എൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഇവാലുവേറ്റ് ചെയ്യാൻ ഇവരാരാ? ഞാൻ ആരോടൊപ്പം സമയം ചെലവഴിക്കണമെന്ന് തീരുമാനിക്കാൻ ഇവരാരാ? ഷൈൻ ടീച്ചർ പറഞ്ഞത് ഒരാളുടെ കിടപ്പറ പൊതുമധ്യത്തിലേക്ക് നടു റോഡിലേക്ക് വലിച്ചഴക്കപ്പെടരുതെന്നാണ്, സ്വകാര്യത മാനിക്കപ്പെടണമെന്നാണ്. ശാരദാക്കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താ? ഒരു സ്ത്രീയുടെയും പുരുഷന്റെ അവകാശമാണ്, അതിൽ ഭർത്താവിന് പോലും ചോദിക്കാൻ അവകാശമില്ല. ഞാൻ വിചാരിക്കുന്നത് എൻ്റെയും ഭാര്യയുടെയും സ്വകാര്യ ഇടമാണ് ഞങ്ങളുടെ ബെഡ്റൂം. അവിടെ ഞാൻ മറ്റൊരു സ്ത്രീയോടൊപ്പം ആയിരിക്കുന്ന എൻ്റെ ഭാര്യയ്ക്കും ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല, അവള് മറ്റൊരാളോടൊപ്പം ആയിരിക്കുന്നത് എനിക്കും അംഗീകരിക്കാൻ പറ്റും. അത്രയും CPM-മാരുടെ അത്രയും ജനാധിപത്യ ബോധം എനിക്കില്ലെന്ന് വിചാരിച്ചാൽ മതി. ഞാൻ അത്രയും വളർന്നിട്ടില്ല. പക്ഷേ ഒരു മിനിമം മര്യാദയുണ്ട്. എൻ്റെ അയൽക്കത്തുള്ള ആള് എങ്ങനെ ജീവിക്കുന്നു എന്ന് അന്വേഷിക്കാതിരിക്കാനുള്ള ഒരു മിനിമം മാന്യത. അയാളുടെ കൂടെ ഏത് സ്ത്രീ യാത്ര ചെയ്യുന്നു, ഏത് സ്ത്രീ ഭക്ഷണം കഴിക്കുന്നു, ഏത് സ്ത്രീ ചായ കുടിക്കുന്നു എന്ന് അന്വേഷിക്കാതിരിക്കുന്നത് ഒരു മിനിമം മര്യാദ. അത് CPM-കാര് പുലർത്തേണ്ട മാന്യതയാണ്.
ഇവിടെ ഷാഫി പറമ്പിലിനെ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ, അഭിം വർക്കിയെ, വി ഡി സതീശനെ, വി ടി ബൽറാമിനെ, കേരളത്തിലെ എല്ലാ നേതാക്കന്മാരെ ആക്ഷേപിക്കാൻ ഇവരെടുക്കുന്ന ടൂള്, ഇവരുടെ രാഷ്ട്രീയ ആയുധമാണ് സ്ത്രീ. ഇവർക്ക് യഥാർത്ഥത്തിൽ ഇവർക്ക് സ്ത്രീപക്ഷപാതമല്ല, ഇവരുടെ കപട സ്ത്രീപക്ഷപാത, കപട ഇടതുപക്ഷം എന്ന് പറഞ്ഞ പോലെ കപട സ്ത്രീപക്ഷപാത. ഇവർ എതിരാളികളെ അറ്റാക്ക് ചെയ്യാൻ എടുക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയ ടൂള് മാത്രമാണ് സ്ത്രീ. ഇവർക്ക് അത് മാത്രമാണ്. സ്വന്തം പാർട്ടിയിലെ സ്ത്രീകൾ വൃന്ദാക്കാരായിട്ട് പോലും പറഞ്ഞിട്ടില്ലേ എന്നെ സ്ത്രീ ആയതുകൊണ്ട് ഒതുക്കിയെന്ന്? വൃന്ദാക്കാരായിട്ട് പോലും പറഞ്ഞതല്ലേ. അപ്പൊ ഗൗരിയമ്മ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ആകാതെ പോയി? സുശീല ഗോപാലിനെ മുഖ്യമന്ത്രിയാക്കുമെന്ന് പ്രചരണം നടത്തിയിട്ട് ആരെ മുഖ്യമന്ത്രി ആയിരുന്നൊക്കെ നമുക്കറിയാലോ. അപ്പൊ ഇവരുടെ പാർട്ടിയിലെ സ്ത്രീകളോട് കാണിക്കുന്ന അതേ പരിഗണനയിലാണ് മറ്റു സ്ത്രീകളോടും കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവർ അനുവദിച്ചു തരുന്ന സ്വാതന്ത്ര്യമല്ല, ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് രൂപം നൽകിയ കോൺഗ്രസ് ബ്രിട്ടീഷുകാരിൽ നിന്ന് പിടിച്ചു വാങ്ങിയ ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഈ നാട്ടിലെ എല്ലാ സ്ത്രീകൾക്കും തുല്യാവകാശമുള്ളതാണ്.